ഭയപ്പെട്ട് മുഖം കുരിച്ച് നിൽക്കുമ്പോൾ അവർ അവരോട്, നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്തേ? നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത്. സങ്കീർത്തനത്തിൽ വായിച്ച വാക്യങ്ങളാണ് ജീവന്റെ വഴി കാണിച്ചത്. ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നുണ്ട്. ഇന്നത്തെ ദിവസത്തില് ഈ വചനത്തിന് ഒരുപാട് പ്രാധാന്യതയുണ്ട്. അതിന്റെ കാര്യം പറയുന്നത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ യേശു ക്രിസ്തു മരിച്ചു, ആ മരണത്താൽ നമുക്ക് ജീവൻ തന്നിരിക്കുന്നതാണ്. വാക്യത്തിലേക്ക് വരാം. ഞാൻ വേഗത്തിൽ ഒരു വാക്ക് എന്ന് പറഞ്ഞത്. അപ്പോൾ വാക്യം കേൾക്കുന്നത് പെട്ടെന്ന് എടുത്തു വയ്ക്കുകയാണെങ്കിൽ ഇടയ്ക്ക് പെട്ടെന്ന് പറയുന്നത് നിങ്ങൾക്ക് ആ വാക്യം വേഗത്തിൽ നമുക്ക് വാക്യം എടുക്കാം. യോഹന്നാൻ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിലെ 24-25 വാക്യങ്ങൾ, യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായത്തിലെ 10-11 വാക്യങ്ങൾ, 11-ാം അധ്യായത്തിലെ 35-ാമത്തെ വാക്യം, കൊരിന്ത്യർ ലേഖനം 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായത്തിലെ 10-ാമത്തെ വാക്യം, റോമാലേഖനം 5-ാം അധ്യായത്തിലെ 17-ാമത്തെ വാക്യം, മറ്റൊരു പുസ്തകം 1-ാം അധ്യായത്തിലെ 28-ാമത്തെ വാക്യം, 2 രാജാക്കന്മാരുടെ പുസ്തകം 21-ാമത്തെ അധ്യായത്തിലെ 7-3 വാക്യങ്ങൾ. ഇത് പറഞ്ഞൊന്ന് എത്തുവെച്ചാൽ പെട്ടെന്ന് പറയാൻ വാക്യം ദൈവമായിട്ട് നമ്മളെ സഹായിച്ചിട്ട് ഈ വചനത്തിലേക്ക് ശ്രദ്ധ കൊടുത്തേ. നിങ്ങൾ ജീവനുള്ളവരെ മരിച്ചവരുടെ അന്വേഷിക്കുന്നത് എന്ന്. ആ സ്ത്രീകള് രാവിലെ, അതിപ്പോ ഞായറാഴ്ചയാണ്, ഇപ്പൊ നമുക്ക് വെള്ളിയാഴ്ചയാണ്, ഈ വെള്ളിയാഴ്ച കഴിഞ്ഞ് ശനിയാഴ്ച കഴിഞ്ഞ് ഞായറാഴ്ച, ഇതുപോലെ ദിവസം ക്രൂശിക്കപ്പെട്ട കർത്താവിനെ കല്ലറയ്ക്ക് വെച്ചതിന് ശേഷം കല്ലറ വാതിൽക്കല് ഈ മറിയ ചെല്ലുമ്പോൾ മറിയെ, ശലോമേ, മറ്റേ യാക്കോബിന്റെ അമ്മ മറിയെ എല്ലാവരും അവരോട് ദൂതൻ ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത്. ഒച്ചിലായിട്ട് വാക്ക് പറഞ്ഞാൽ ജീവനുള്ളവനെ എന്നത് മാറ്റിയാൽ ജീവനെ എന്ന് പറഞ്ഞാൽ ജീവദായകനെ, ജീവന്റെ ഉറവിനെ, ജീവൻ തരുന്നവനെ മരിച്ചവരുടെ അന്വേഷിക്കുന്നില്ല. അത് എന്തുകൊണ്ടാണെന്ന് പറയാം. 10-ാം അധ്യായത്തിലെ 10-ാമത്തെ വാക്യം, യോഹന്നാൻ സുവിശേഷം 10-11 വാക്യങ്ങൾ കേൾക്കി വായിക്കാം. അവിടെ എഴുതിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് ജീവനെ അന്വേഷിക്കുന്നത് ചോദിക്കുന്നത്. അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ട് ഉണ്ടാകാനും മാത്രമേ ഞാൻ വന്നിരിക്കുന്നത്. 15 വായിച്ചേ. ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. യേശു അവളോട്, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു, ഞാൻ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. അപ്പൊ ആരാ ജീവൻ? യേശുവാണ് ജീവൻ. അപ്പൊ ഇവിടെ മറിയ ചോദിക്കുമ്പോൾ ദൂതൻ പറയുന്നത് ജീവനുള്ളവനെ മരിച്ചവരുടെ അന്വേഷിക്കുന്നുണ്ട്. അപ്പോ ഇവിടെ യേശു പറയുന്ന വാക്കാണ് ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. അടുത്ത വാക്കാണ്, തൊട്ടടുത്ത വാക്ക് വിട്ടുകളയുന്നത് എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അപ്പൊ യേശു എന്ന് പറയുന്ന ജീവൻ, ആ യേശു കർത്താവാകുന്ന ജീവൻ മരണത്തിലൂടെ മരണപ്പെട്ടിട്ട് ആ ജീവൻ രക്തത്തിലൂടെ നമുക്ക് വേണ്ടി ഒഴുക്കപ്പെട്ടിരിക്കുക. ഒന്നുകൂടെ വ്യക്തമാക്കി തരാം. കൊരിന്ത്യർ ലേഖനം 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായത്തിലെ 10-11 വാക്യങ്ങൾ അത് വെച്ചാൽ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. അതെങ്ങനെ ബന്ധപ്പെട്ട് യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിന്റെ മരണം ഞങ്ങളുടെ ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. ഞങ്ങളുടെ മർത്യ ശരീരത്തിൽ യേശുവിന്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ എല്ലായ്പ്പോഴും യേശു നിമിത്തം മരണത്തിൽ ഏൽപ്പിക്കപ്പെടുന്നു. ഞങ്ങളുടെ മർത്യ ശരീരത്തിൽ യേശു ക്രിസ്തുവിന്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ എപ്പോഴും യേശു ക്രിസ്തുവിന്റെ മരണം അതിനെ ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. അടുത്ത വാക്ക് പറയുന്നത് ഞാൻ വിശ്വസിച്ചു അതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നു. ഞാൻ വിശ്വസിച്ചു അതുകൊണ്ട് ഞാൻ സംസാരിക്കും. 16-ാമത്തെ വാക്യം പറയുന്നു അതുകൊണ്ട് അകമേയുള്ള മനുഷ്യൻ ബലപ്പെട്ടുകൊണ്ടിരിക്കുക, പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു. പെട്ടെന്ന് മനസ്സിലായില്ല. ഇത് ഞാൻ വിശദീകരിച്ചു പറയാം. അപ്പൊ ജീവൻ യേശുവാണ്. നിങ്ങൾ ജീവനെ കല്ലറയ്ക്ക് ചെന്ന് അന്വേഷിക്കുന്നില്ല. ജീവനെ അന്വേഷിക്കുന്നത് കല്ലറയ്ക്കല്ല, അന്വേഷിക്കുന്നത് അവിടെയല്ല. ഈ ജീവൻ നമുക്ക് എങ്ങനെ കിട്ടുന്നു? ഈ ജീവന്റെ 3 തലങ്ങൾ
ഈ ആദ്യം എടുത്ത വാക്യത്തിലേക്ക് വരാം. വളരെ ശ്രദ്ധിച്ചിരുന്നാൽ മതി. ചുരുങ്ങിയ സമയം ഞാൻ വിശദീകരിച്ചു തരാം. ആദ്യം നമ്മൾ വായിച്ച വാക്യം, നിങ്ങൾ ജീവനെ കല്ലറയ്ക്കൽ അന്വേഷിക്കുന്നത് മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്ത് എന്നാണ് ശ്രദ്ധിക്കുന്നത്. ജീവന്റെ വഴി ഞാൻ നിനക്ക് ഉപദേശിച്ചു തരാം. ജീവനെ കുറിച്ചാണ്. ഞാൻ തന്നെ ജീവനും പുനരുത്ഥാനവുമാകുന്നു എന്ന് വിശ്വസിക്കുന്നത് മരിച്ചാലും ജീവിക്കും. ഇവിടെ ജീവൻ എന്ന് പറയുന്ന ഈ വാക്ക് എഴുതിയിരിക്കുന്നത് സോയെ എന്ന പദമാണ്. രണ്ട് വാക്കുകൾ പുതിയ നിയമത്തിൽ എഴുതിയിട്ടുണ്ട്. ഒന്ന് സൂക്കെ എന്ന് പറയുന്ന ജീവൻ, രണ്ട് സോയെ. ഒന്നാമത്തെ പോയിന്റിലേക്ക് വരിക. ജീവൻ എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെങ്കിൽ ആരാണ്? ജീവൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ഇവിടെ നിൽക്കുന്നു, പ്രസംഗിക്കുന്നു, സംസാരിക്കുന്നു. ഇപ്പോ എന്നെ ശിവയുടെ നോക്കിയിരിക്കുന്നു. മാസ്കിനിടെ ചെറുതായി ചിരിക്കുന്നതാണ്. ഈ ചിരി എന്ന് നിൽക്കുന്നോ അന്ന് അത് ബോഡിയായിട്ടുമാണ്. ഞാൻ ഈ സംസാരിക്കുന്ന അനക്കം നിൽക്കുമ്പോൾ ആ പറയുന്നതാണ് മരിച്ചുപോയി. എപ്പോഴായിരുന്നു മരിച്ചത്? മരിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ജീവൻ പോയി എന്നാണ്. ജീവൻ പോയി എന്നാണ്. ഈ ജീവന് പുതിയ ദൈവത്തിൽ ഗ്രീക്കിൽ പറഞ്ഞിരിക്കുന്ന വാക്ക് സൂക്കെ എന്ന് പറയുന്ന ജീവനാണ്. നമ്മുടെ ഈ ബോഡിയിലുള്ള സകല മനുഷ്യരിലുള്ള ഈ ജീവനെ കുറിച്ച് പുതിയ ദൈവത്തിൽ പറയുന്ന സൂക്കെ എന്ന് പറയുന്ന വാക്കാണ്. ഈ സൂക്കെ അല്ലാതെ സൂക്കെ ജീവൻ ഒരു പ്രശ്നമുണ്ട്. സൂക്കെ ജീവനുള്ളത് ഡോക്ടർമാർ തീരുമാനിക്കും ഇത് എത്ര നാൾ ജീവിക്കുന്നുണ്ട്. ഒരു സൂക്കേട് വന്നാൽ സൂക്കെ ജീവനുള്ളത് സൂക്കേട് വന്നാൽ ഡോക്ടർ പറയും 6 മാസം കൊണ്ട് ഈ കാലാവധി കഴിയും, അല്ലെങ്കിൽ 14 വയസ്സുണ്ട്, ഇല്ലെങ്കിൽ ഏറ്റവും കൂടി 70, ബൈബിൾ ഭാഷ പറഞ്ഞ 80 വർഷം കൊണ്ട് സൂക്കെ ജീവൻ തീരും. നമുക്കെല്ലാം അന്തരംഗത്തിലുള്ള ഈ ജീവന്റെ പേര് സൂക്കെ എന്ന് പറയുന്ന ജീവനാണ്. ഇത് 60, 70, 80 വർഷം കൊണ്ട് അവസാനിക്കും. എന്നാൽ എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ആ ജീവന് പറയുന്ന പേരാണ് സോയെ എന്ന് പറയുന്നത്. ഇനി ആ 11ാം അധ്യായത്തിൽ പറയുന്നത് ഞാൻ തന്നെ ജീവനും പുനരുത്ഥാനവുമാകുന്നു എന്ന് പറയുന്ന ആ ജീവൻ, യേശു പറയുന്ന ജീവൻ, ആ ജീവൻ ഇട്ടിരിക്കുന്നത് സോയെ എന്ന് പറയുന്ന വാക്കാണ് ഇട്ടിരിക്കുന്നത്. മരിച്ചവനെ ജീവനുള്ളവരെയും ജീവനുള്ളവരെ മരിച്ചവരുടെ അന്വേഷിക്കുന്നത് ആ വാക്കും സോയെ എന്ന് പറയുന്നതാണ്. കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായത്തിന്റെ 10ാമത്തെ വാക്യത്തിൽ പറഞ്ഞ് യേശുവിന്റെ മരണം എനിക്ക് ജീവനായി എന്ന് പറയുന്ന ആ ജീവൻ, ക്രിസ്തുവിന്റെ മരണം എനിക്ക് ജീവനായി എന്ന് പറയുന്നത് ആ പദവും സോയെ എന്ന് പറയുന്ന ജീവനാണ്. ഈ വാക്കിന്റെ അർത്ഥം കീഴടക്കുന്ന ജീവനാണ്. കീഴടക്കുന്ന ജീവൻ, നമ്മള് പിടിച്ചടക്കുന്ന ജീവൻ. മറ്റേത് മരണത്തിന് കീഴടങ്ങുന്ന ജീവൻ, ഇത് മരണത്തെ അടക്കുന്ന ജീവൻ. മറ്റേത് ഇവിടെ തകരുന്ന രോഗത്തിന് കീഴടങ്ങുന്ന ജീവൻ, ഇത് രോഗത്തെ ഓവർടേക്ക് ഓവർകം ചെയ്യുന്ന ജീവൻ. അതുകൊണ്ടാണ് കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിന്റെ 53-ാമത്തെ വാക്യത്തിൽ പറയുന്നു ഈ ജീവനെ കുറിച്ച്, യേശു മരിച്ച ഈ ജീവനെ കുറിച്ച് പറയുന്ന ഹേ മരണമേ നിന്റെ ജയമെവിടെ, ഹേ പാതാളമേ നിന്റെ വിഷമുള്ളവരെ അവിടെ അവസാനിക്കുക. മരണത്തെയും പാതാളത്തെയും തോൽപ്പിച്ച ഒരുവൻ നിന്നിട്ട് നമ്മുടെ മുമ്പിൽ നിന്നിട്ട് പറയുകയാണ് ഞാൻ തന്നെ മരണവും പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നെ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. മരണത്തിനെയും പാതാളത്തിനെയും താക്കോൽ എന്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഇന്ന് ഈ ആരാധനയ്ക്ക് പങ്കെടുക്കുന്ന, ഈ ആരാധനയെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ദൈവപ്രിയരെ, നീ പ്രാപിച്ചിരിക്കുന്നത് സൂക്കെ എന്ന് പറയുന്ന ആ ജീവനല്ല, സോയെ എന്ന് പറയുന്ന നിത്യജീവൻ. അത് നിത്യജീവനാണ്. ഇത് ഈ ജീവൻ എന്ന് പറയുന്നത് ഇവിടെ അവസാനിക്കുന്ന സോയെ എന്ന് പറയുന്ന ലൈഫാണ്. നമ്മളെ ഒന്നുകൂടെ വിശദീകരിച്ച് പറയാം. നമ്മുടെ അടിസ്ഥാന ആവശ്യങ്ങളുണ്ട്, ബേസിക് നീഡ്സ്. എന്താ അടിസ്ഥാന ആവശ്യങ്ങൾ? ഒന്നുകൂടെ ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം. ഇതാണ് ഈ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുന്നത്. ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം, ഇതാണ് നമ്മൾ 3-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന നമ്മുടെ അടിസ്ഥാന ആവശ്യം എന്ന് പറയുന്നത്. ഇതിനകത്ത് പാർപ്പിടം എന്ന് പറയുന്നത് ഒരു നീഡാണ്. പാർപ്പിടം ഇല്ലാത്ത ആളുകളുണ്ട്, അല്ലേ? പാർപ്പിടം ഇല്ലാത്ത ആളുകളുണ്ട്. പാർപ്പിടം ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റും. നമുക്ക് സ്വന്തമായിട്ട് പാർപ്പിടം ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റും. പാർപ്പിടം ഇല്ലെങ്കിൽ നമ്മൾ ഇവിടെ നമ്മുടെ സ്വന്തമായിട്ടല്ലോ, ഇവിടെ റെന്റിന് താമസിക്കാം. റെന്റില്ലെങ്കിൽ മറ്റേ പുറമ്പോക്കി ഷെഡ് കെട്ടി താമസിക്കാം. അതുമില്ലെങ്കിൽ ഈ ടാൻസാനിയയിലും നൈജീരിയയിലും ഒക്കെ പാലത്തിനിടയിൽ താമസിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ പാർപ്പിടം ബേസിക് നീഡ് ആണെങ്കിലും ഇതില്ലാതെ, ഇതാണ് സൂക്കെ, അതില്ലാതെ നമുക്ക് ജീവിക്കാം. ഇനി വസ്ത്രം, രണ്ടാമത്തെ കാര്യം പറഞ്ഞത് വസ്ത്രം, അല്ലേ? വസ്ത്രം ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? പറ്റും. വസ്ത്രമില്ല എന്നൊരു കാര്യത്തിൽ നമുക്ക് ജീവിക്കാം. വസ്ത്രമില്ലെങ്കിൽ ജീവൻ പോകുന്നില്ല,
അല്ലേ? വസ്ത്രം ആവശ്യമാണ്. മറ്റേ പാർപ്പിടം എന്ന് പറയാൻ നമ്മൾ ഇതുപോലെ ഈ ബിൽഡിങ്ങിനകത്ത് താമസിക്കുന്ന നമ്മൾ വഴക്കുന്നില്ല. പക്ഷെ വസ്ത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തോട് ഇങ്ങനെ പറ്റിക്കിടക്കുകയാണ്, അല്ലേ? ഇത് രണ്ടും. അപ്പൊ ഞാൻ ജീവന് എങ്ങനെ പ്രാപിക്കാം, ഈ ജീവനാണ് വരുന്നത്. അപ്പൊ ഈ വസ്ത്രം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തോട് ഒട്ടിക്കിടക്കുകയാണ്. പക്ഷെ ഇതിപ്പം നനഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ ഞാൻ മാറ്റും, ഇപ്പൊ തന്നെ മാറ്റും. ഇത് നമ്മൾ ആരും കാണാതെ ബാത്റൂമിൽ കയറി വസ്ത്രം മാറാതെ ഉള്ളൂ. വസ്ത്രം ഇല്ലെങ്കിലും മനുഷ്യൻ ആദ്യകാലത്തൊക്കെ ആളുകൾ, ഇപ്പൊ കാട്ടിലേക്ക് താമസിച്ച ആളുകൾ വസ്ത്രമില്ലാതെ ആഫ്രിക്കയിലൊക്കെ അങ്ങനെ നമ്മൾ കാണാറുണ്ട്. നമ്മുടെ ഈ നാഷണൽ ജോലി ചാനലൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പൊ വസ്ത്രം എന്ന് പറയുന്നത് നീടാണെങ്കിൽ അത് ഒഴിയാം. പക്ഷെ ഭക്ഷണം, വായു, വെള്ളം, അതാണ് ഭക്ഷണം എന്ന് പറയുന്നത്. മൂന്ന് കാര്യം. ഇതില്ലാതെ ജീവിക്കാൻ പറ്റും, അതില്ലാതെ ജീവിക്കാൻ പറ്റും. ഈ ഭക്ഷണത്തിന് ഒരു ഭയങ്കര പ്രശ്നമാണ്. ഭക്ഷണത്തിന്റെ ഇത് മനസ്സിലാക്കണം. ഈ ജീവൻ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിനകത്തേക്ക് വരുന്നത്? സോയൽ ലൈഫ്, മറ്റേ സൂക്കെ മാറ്റിവിടുക. സോയൽ ലൈഫ് നമ്മുടെ ജീവിതത്തിനകത്തേക്ക്, നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് വരുന്നത് എങ്ങനെയാണെന്ന് പറയുന്നത്. അപ്പൊ ഈ ഭക്ഷണം കഴിഞ്ഞ ആഴ്ച ഗ്രേസി ആക്കി ഒരു 3-4 ഒത്തിരി ഫ്രൈഡേസ് ഉണ്ടായിരുന്നു. കുറെ ഫ്രൈഡേസ് കൊണ്ടുവന്നു, എല്ലാവരും കൊണ്ടുവന്നോ. അത് കൊണ്ടുവന്നു. അതാണ് ഞാൻ ഒരു 3-4 ദിവസത്തേക്ക് ഇന്നലെ ഞാൻ 3 ദിവസം ഫാസ്റ്റിംഗ് ആയിരുന്നു. അപ്പൊ അതാണ് 3-4 ദിവസത്തേക്ക് അവിടെ ഉണ്ടായ ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് കഴിക്കുന്നത്. ആ ഭക്ഷണം നല്ല ടേസ്റ്റ് ആയിരുന്നു, നല്ല ഫുഡായിരുന്നു. അത് എക്സാമ്പിൾ പറയുകയാണ്, മറ്റൊരു. അപ്പൊ ആ ഫുഡ് ഞാൻ കഴിച്ചു, ഞാൻ ആഹാരം കഴിച്ചു. ഇത് വ്യത്യാസം പറയാമേ. പാർപ്പിടം അവിടെയുണ്ട്, ഡ്രസ് ഇവിടെയുണ്ട്. ആ ഭക്ഷണം ഞാൻ കഴിച്ചു. ഇപ്പൊ ഈ ആഴ്ച ഗ്രേസിയായിട്ട് വന്നിട്ട് പറയാ, ഫസ്റ്റ് ആ ബിരിയാണി തന്നേക്കാം, ഫ്രൈഡേസ് തന്നേക്കാൻ പറഞ്ഞാൽ കൊടുക്കാൻ പറ്റത്തില്ലെന്ന് മാത്രമല്ല, അത് ഞാൻ കഴിച്ചു. ആ കഴിച്ചത് സിരയിൽ ഓടുന്നുണ്ട്, എന്റെ ഞരമ്പിനകത്ത് ഓടുന്നു. എന്റെ ബ്ലഡ് ആയിട്ട്, പ്രോട്ടീൻ ആയിട്ട്, വൈറ്റമിൻ ആയിട്ട്, വൈറ്റമിൻ എ ബി സി ആയിട്ട് എന്റെ ഈ സിരയ്ക്കകത്ത് ഓടുന്നുണ്ട്. ഇനി ഇത് തിരിച്ചെടുക്കാൻ പറ്റുമോ? തിരിച്ചെടുക്കാൻ പറ്റില്ല. ഈ ലൈഫാണ് സോയെ ലൈഫ് എന്ന് പറയുന്നത്. അങ്ങനെ മനസ്സിലാക്കണം. ഈ ജീവൻ എന്ന് പറയുന്നത് ഇതാണ്. യേശുവിനെ അറിയാം, നമ്മളെക്കാൾ നന്നായിട്ടറിയാം. മഹാത്മാഗാന്ധിക്ക് അറിയാം, സ്വാമി വിവേകാനന്ദൻ അറിയാം, രവീന്ദ്രനാഥ് ടാഗോറിനെ, സ്വാമി വിവേകാനന്ദൻ ഗീതപ്രഭാഷ മുഴുവൻ മത്തായി സുവിശേഷം 5, 6, 7 അധ്യായം കാണാതറിയാം. ഇവിടെ ആർക്കും അറിയോ? ഇത് എനിക്കറിയത്തില്ല. നമുക്ക് ആർക്കും മത്തായി സുവിശേഷം 5, 6, 7 അധ്യായം കാണാതറിയോ? അറിയത്തില്ല. പക്ഷെ സ്വാമി വിവേകാനന്ദൻ അതുകൂടെ കാണാതറിയാം, അതുകൂടെ മുഴുവൻ പുള്ളിക്ക് ബൈഹാർട്ടാണ് പറയുകയും ചെയ്യും. പക്ഷേ ആർക്ക് ഈ ജീവനുണ്ടോ എന്ന് ചോദിച്ചാൽ അത് നമുക്കൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. ജീവൻ ഈ സോയ ലൈഫ് പ്രാപിച്ചിട്ടുണ്ടോ? ഇതൊന്നും കാണാതെ അറിയില്ലെങ്കിൽ യേശുവിന്റെ ജീവൻ, അതാണ് റോമൻ ഇപ്പൊ നമ്മൾ വായിച്ച കൊരിന്ത്യലേഖനം 4-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചത് ക്രിസ്തുവിന്റെ മരണം. ഇതാണ് ഇതൊരു ആഘോഷം നടക്കുക. ഇന്ന് യൂറോപ്പിൽ ഒരു കൊച്ചു എന്നെ വിളിച്ചോ പറഞ്ഞ അവർ വൈനൊക്കെ എടുത്ത് അടിച്ചു പൊളിച്ച് ആഘോഷിക്കുക. ഇന്ന് അവധിയാണ്, 3 ദിവസത്തേക്ക് അവധിയാണ്. ചിലര് അവധി ആഘോഷിക്കാൻ പറ്റും. ഈ ഈസ്റ്ററിന്റെ ദിവസം നമ്മുടെ നാട്ടിലേക്ക് പോയി കണക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഈ കള്ള് കച്ചവടം നടക്കുന്നതും, ഏറ്റവും കൂടുതൽ പോത്തിനെ കൊന്നുകളയുന്നോ പന്നിയെ കൊല്ലുന്നതൊക്കെ അന്നത്തെ കണക്കനുസരിച്ച് പറയാം കേട്ടോ. കണക്കനുസരിച്ച് കേരളത്തിലാണ് നടക്കുന്നത്, നമ്മുടെ നാട്ടിലാണ് നടക്കുന്നത്. അപ്പൊ ഇതൊരു വലിയ ആഘോഷമായിട്ട് നടക്കുക. ഇവർക്ക് ആഘോഷിക്കുന്നത് യേശുവിന്റെ ജീവൻ പ്രഭാഷണം പറയാൻ ബൈബിൾ അറിയാം. പക്ഷേ അതിനപ്പുറത്തായിട്ട് ഇന്നത്തെ ദിവസം കൊരിന്ത്യലേഖനം 4:10 പറയുന്നു, യേശുവിന്റെ മരണം, യേശു കാൽവരി ക്രൂശിൽ മരിച്ചത് നമ്മൾ പാടിയതുപോലെ ക്രൂശിന്മേൽ കാണുന്ന രക്തമുണ്ടല്ലോ, ആ രക്തം ഹൃദയത്തിനകത്തേക്ക് ഒഴുകി വന്നിട്ട് നമ്മൾ മനുഷ്യനല്ല. 4-ാം അധ്യായത്തിന്റെ ആ 13-ാമത്തെ 16-ാമത്തെ വാക്യത്തിൽ പറഞ്ഞതുപോലെ പുറമേയുള്ള മനുഷ്യൻ ഫാസ്റ്റിംഗ് എടുക്കുമ്പോൾ ചെയ്യിച്ചു വന്നാലും അകമേലുള്ള മനുഷ്യൻ നാൾക്കുനാൾ യേശുവിന്റെ രക്തത്താൽ, യേശുവിന്റെ ജീവനാൽ ബലപ്പെടുകയാണ്. അതാ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതാ 4-ാം അധ്യായത്തിന്റെ 10 ക്രിസ്തുവിന്റെ മരണം. ആ മരണം എനിക്ക് ജീവനാണ്, എനിക്ക് ജീവനാണ്. മറ്റേ സൂക്കയല്ല. സൂക്കലൈഫ് എന്ന് പറഞ്ഞാൽ 80 വർഷം കൊണ്ട് ജീവിക്കില്ല. കൊരിന്ത്യലേഖനം 15:53 പറയുന്നത് 15:35 ദ്രവത്വമായത് അദ്രവത്വത്തെ പ്രാപിക്കും. ഈ നശ്വരമായത്, ഈ മൺമയമായത് വിൺമയത്തെ പ്രാപിക്കും. ദ്രവത്വം അദ്രവത്വത്തെ പ്രാപിക്കും. ഇവിടെ തീരുന്നത്, ആ തീരുന്നത് നിത്യതയെ പ്രാപിക്കും, നിത്യജീവനെ പ്രാപിക്കും. ഇതാണ് നമ്മൾ പ്രാപിച്ചിരിക്കുന്ന ഒരു വ്യത്യാസമാണ്. ഇനി ആ ലൈഫിന്റെ 3 പ്രത്യേകതകൾ 5-ാം അധ്യായം 17-ാം എടുത്തു വെച്ചാൽ എനിക്ക് പറഞ്ഞ 1-ാമത്തെ കാര്യം പറഞ്ഞു, എന്താണ് ലൈഫ്? ലൈഫ് ജീവന്റെ വഴി കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ പണ്ടത്തെ ആ ആളുകൾ, ആ വാക്കിലേക്ക് പോകരുത്, അത് സ്റ്റോപ്പ് ചെയ്യും.
അപ്പൊ ഈ ജീവന്റെ വഴി എന്ന് പറയുന്നത് ഒന്ന്, മറ്റാർക്കും കിട്ടാത്ത ഭാഗ്യ പദവി ജീവന്റെ വഴി നമ്മൾ പ്രാപിച്ചു. അറിയാൻ ഒരുപാട് പേര് നോക്കി. പണ്ട് നമ്മുടെ ഭാരതത്തിലെ ആശഭാരതത്തിലെ ഗുരുമാരൊക്കെ ഹിമാലയത്തിലൊക്കെ കയറിയിരുന്ന് പാടിയ പാട്ടുണ്ടല്ലോ, പാടിയ അവർ സംസ്കൃത ശ്ലോകമുണ്ട്. താമസമാ ജ്യോതിർഗമയ നൃത്യോദാമൃതഗമയ, എന്നെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കൂ, മരണത്തിൽ നിന്ന് ജീവനിലേക്ക് നയിക്കൂ എന്ന് അവരെല്ലാം വിളിച്ചു പറഞ്ഞു. പക്ഷെ എത്താൻ കഴിഞ്ഞില്ല. എന്നാൽ ഇന്ന് ആരാധനയ്ക്ക് ഇരിക്കുന്ന ദൈവയിലെ നിങ്ങളുടെ ശ്രേഷ്ഠതയല്ല, മാന്യതയല്ല, നമ്മളെ മാത്രം കഴിഞ്ഞ ദിവസം ഉപവാസ പ്രാർത്ഥനയ്ക്ക് പറഞ്ഞ പോലെ, ആമോസിന്റെ പുസ്തകത്തിൽ പറയുന്നത് പോലെ, ഭൂമിയിലെ സകല ജാതികളിൽ വെച്ച് നിങ്ങളെ മാത്രം, നിന്നെ മാത്രം, നിന്റെ കുടുംബത്തെ മാത്രം, നിന്റെ എന്ന വ്യക്തിയെ മാത്രം ദൈവം തിരഞ്ഞെടുത്തു. അത് ദൈവത്തിന്റെ കൃപയാണ്. ഇതാണ് നിത്യജീവനെ നമ്മുടെ അമ്പരംഗത്തിൽ. ഇനി ഇത് പ്രാപിക്കുന്ന കാര്യമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഒന്ന് വായിച്ചു. അപ്പൊ കേട്ടേ, ഏകന്റെ ലംഘനത്താൽ മരണം വന്നു എന്ന് പറഞ്ഞാൽ അത് നമ്മൾ തിരിച്ചെന്ന് പറഞ്ഞാൽ മതി. ആദാമിനോട് ദൈവം സൃഷ്ടിച്ചിട്ട് പറഞ്ഞു, ഈ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്നുന്ന നാളിൽ മരിച്ചോ? ആത്മീകമായിട്ട് മരിച്ചു. അതിനപ്പുറത്തായിട്ട് മരണം എന്ന് പറയുന്നത്, അപ്പൊ ആദാം കുറച്ചു കാലം ജീവിച്ചിരുന്നു, മരിച്ചു. ആദാമിന്റെ മക്കളിൽ ആരും മരിക്കാത്തവരില്ല. പിന്നെ ദൈവത്തോട് കൂടുന്ന കാലഘട്ടവും ദൈവത്തോടൊപ്പം നമ്മൾ ഏരിയാവിനെ എല്ലാം മറ്റാരെയും കാണാനില്ല. അപ്പൊ ഇവരെല്ലാം മരണത്തിൽ പോയി. ആ മരണം എന്ന് പറയുന്നത് ഉണ്ടായത് ഫലം തിന്നതുകൊണ്ടാണ്. ആദാം മൂലം ഏകനാൽ മരണവും ഏകനാൽ മരണവും അത്യാവശ്യം. ജീവനിൽ വാഴും. നോക്കണേ, ജീവന്റെ മൂന്ന് തലം ഞാൻ വേഗത്തിൽ പറയും. ജീവനിൽ വാഴും. ലഭിച്ചിരിക്കുന്നത് ജീവൻ എങ്ങനെയാ ലഭിച്ചെന്നറിയാമോ? ഒന്ന്, കൃപയ. രണ്ട്, നീതിദാനത്താൽ. കൃപ എന്ന് പറഞ്ഞാൽ അർഹതയില്ലാതിരുന്നു. കോഴിക്ക് നോക്കിയാൽ, നമ്മുടെ ഗുണം നോക്കിയാൽ, ശ്രേഷ്ഠത നോക്കിയാൽ, വിദ്യാഭ്യാസം നോക്കിയാൽ, അർഹതയില്ലാതിരുന്നിട്ടും അർഹതയിലേക്ക് നമ്മളെ കൊണ്ടുവന്നു. പുറം പറമ്പിൽ എറിയപ്പെട്ടിട്ടും കാത്തൊലിവായിരുന്ന നമ്മെ സ്വന്തം ജനത്തെ തള്ളി നമ്മളെ വീണ്ടെടുത്ത അർഹതയില്ലാത്ത ദാനം, അതാണ് കൃപയാൽ. രണ്ടാമത്തെ പറയുന്നു ദൈവത്തിന്റെ നീതിയാണ്. ദൈവത്തിന്റെ നീതി പറഞ്ഞു, ഇവൻ പാപത്തിന് യോഗ്യനാണ്, പാപത്തിന് അർഹനാണ്, മരിക്കണം. പാപം ചെയ്തവൻ മരിക്കണം. പാപത്തിന്റെ ശമ്പളം മരണമത്രേ, മരിക്കണം. ദൈവത്തിന്റെ കോടതി ദൈവത്തിന്റെ നീതിക്ക് മാറ്റം വരാൻ പാടില്ല. ഇവൻ മരിക്കണം. ആ മരിക്കണം എന്ന് പറയുന്ന ഇടത്ത് തന്നെ റോമലേഖനം 5-ാം അധ്യായം അവിടെ ദൈവത്തിന്റെ സ്നേഹം കയറി വന്നു. സ്നേഹം കയറി വന്നിട്ട് പറഞ്ഞു, ഈ പാപം, ഈ കുത്തിക്കൊന്ന പാപം, ഈ പാപം വ്യക്തികളുടെ പാപം അതെന്റെ തലയിൽ വെച്ചേക്ക് എന്റെ പുത്രനായ ക്രിസ്തു വന്ന് ആ പാപം കാൽവരി ക്രൂശിൽ ഏറ്റെടുത്ത് നമുക്ക് പകരമായി നമ്മൾ പാടിയില്ലേ, പ്രാണനാഥൻ എൻ പേർക്കായി നമുക്ക് പകരമായി യാഗമായി തീർന്നപ്പോ അതിന്റെ പേര് വന്നു റെക്കൺസിലിയേഷൻ. അനുരഞ്ജനം. 8-ാം അധ്യായം 1-ാം വാക്യം പറയുന്നു, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയില്ല. ഇതാണ് ജീവൻ. മരണം മാറി ജീവൻ. അതുകൊണ്ടാണ് ആ 23 പറയുന്നത്, പാപത്തിന് ശമ്പളം മരണം, ദൈവത്തിലേക്ക് വരുമ്പോ യേശുക്രിസ്തുവിൽ നീ വിജയം ചെയ്യണം. അപ്പൊ മരണം മാറി, മരണത്തെ ജയിച്ച് നമുക്ക് നിത്യജീവനെ ലഭിച്ചിരിക്കുക. അപ്പൊ ലഭിക്കാനുള്ള ഈ മാർഗമാണ് കൃപാധനം എന്ന് പറയുന്നത്, നീതിധനം എന്ന് പറയുന്നത്, റെക്കൺസിലിയേഷൻ അല്ലെങ്കിൽ അനുരഞ്ജനം എന്ന് പറയുന്നത്. 5-ാം അധ്യായത്തിൽ 1-ാമത്തെ വാക്യത്തിൽ 5:1 പറയുന്നത് അറിയുമോ? ദൈവത്തോട് നമുക്ക് സമാധാനം സ്ഥാപിക്കപ്പെട്ട ആ വാക്ക് റെക്കൺസിലിയേഷൻ. നമ്മൾ അനുരഞ്ജനപ്പെട്ടു. ഈ രണ്ടും ശിക്ഷിക്കണം എന്ന് പറയുമ്പോൾ ഇടയ്ക്ക് കർത്താവ് കയറി നമ്മുടെ പാപം ഏറ്റെടുത്തു കാൽവരി ക്രൂശിൽ മരണപ്പെട്ടുകൊണ്ട് അവൻ ഇന്നും പാടിയത് പ്രാണനാഥൻ എൻ പേർക്കായി. ആ വാക്ക് ഹൃദയത്തിനകത്തത് പതിയട്ടെ. നമ്മൾ ആഘോഷമല്ലെങ്കിൽ, ഒരു ചടങ്ങല്ല, ആചാരമല്ല, മറിച്ച് ഹൃദയത്തിനകത്ത് പറയട്ടെ, എൻ പേർക്കായി പ്രാണനാഥൻ കാൽവരി ക്രൂശിൽ രണ്ട് കടന്മാരുടെ മധ്യേ, ആകാശത്തിന് ഭൂമിക്ക് മധ്യേ, ദൈവത്തിന് മനുഷ്യന്റെ മധ്യേ പ്രാണനാഥൻ എൻ പേർക്കായി വ്യക്തിപരമായി കൃപയാൽ
സമൃദ്ധിയായി ഉണ്ടാകുവാൻ ഞാൻ വന്നിരിക്കുന്നു. 10:11 ഞാൻ ആളുകളുടെ ജീവൻ കൊടുക്കുന്നു. അത് പറയുന്നത് ആ വാക്ക് എഴുതിക്കുന്നത് ജീവൻ ഉണ്ടാകുവാൻ സമൃദ്ധിയായിട്ടുണ്ടാകും. ഒന്ന് ജീവൻ, രണ്ട് സമൃദ്ധിയായ ജീവൻ, മൂന്നാമത്തേത് ഇപ്പൊ റോമാലേഖനം 5:17 വായിച്ചു, അവർ ജീവനിൽ വാഴുവാൻ, ജീവനിൽ വാഴുവാൻ, വാക്കട്ടോ ജീവനിൽ വാഴുവാൻ. ഒന്ന് ജീവൻ, രണ്ട് സമൃദ്ധിയായ ജീവൻ, മൂന്ന് ജീവനിൽ വാഴുവാൻ. ഇതാണ് കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന പദവി. നമ്മൾ പ്രാപിക്കാൻ പോകുന്നതാണ്, പ്രാപിച്ചിരിക്കുന്നതാണ്. ഒന്ന് ജീവൻ, രണ്ടാമത്തേത് സമൃദ്ധിയായ ജീവൻ, മൂന്ന് ജീവനിൽ വാഴുവാൻ. മനുഷ്യനെ ദൈവം തമ്മിലാണ് സൃഷ്ടിച്ചപ്പോൾ 1:28 വാക്യത്തിൽ അവർ എഴുതിയിരിക്കുന്നത്, നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പാടുന്ന ഭൂമിയിലെ സകല ജന്തുക്കളിലും സമുദ്രത്തിലെ സകല മത്സ്യങ്ങളിലും സകല ഭൂതല ജന്തുക്കളിലും വാഴുവി. ആ വാഴുവാനുള്ള അധികാരം തന്നിട്ടാണ് മനുഷ്യരെ സൃഷ്ടിച്ചത്. എങ്കിലും ആ വാഴുവാൻ നമുക്ക് അധികാരം തന്ന അധികാരം നമ്മൾ വിൽക്കുകയില്ല, ഉണ്ടോ? നഷ്ടപ്പെട്ടു. പാപം ചെയ്തപ്പോൾ വാഴുവാനുള്ള അധികാരം നഷ്ടപ്പെട്ടു പോയി. ഈ അധികാരം ദൈവം തമ്പുരാൻ നമുക്ക് തിരിച്ചു തരിക മനസ്സിലായില്ലേ? തിരിച്ചു തരിക. ഞാൻ പെട്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കി ഉദാഹരണം ഞാൻ പറയാം. അപ്പൊ ഒന്നാമത്തേത് ജീവൻ എന്ന് പറയുന്നത് നമ്മൾ അത് സൂക്കേണ്ടത്. രണ്ടാമത്തേത് സമൃദ്ധിയായ ജീവൻ, അതാണ് സോയയുടെ. ഈ സോയയുടെ അറ്റമോസ്റ്റ് ഏറ്റവും കൂടിയ ലെവലാണ് ജീവനിൽ വാഴുവാൻ എന്ന് പറഞ്ഞാൽ. ജീവനിൽ വാഴുവാൻ പറഞ്ഞാൽ മരണത്തെ കീഴടക്കി, ഹേ മരണമേ നിന്റെ ജയമെവിടെ, പാതാളമേ നിന്റെ വിഷമെവിടെ, മരണത്തെ കീഴടക്കി അന്ത്യകാഹള നാദത്തിങ്കൽ കണ്ണി നെക്കിയതിന് രൂപാന്തരപ്പെട്ട ആ നൊടി നേരത്തിനുള്ളിൽ രൂപാന്തരപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുന്ന തിരിച്ചരീരം പ്രാപിക്കുന്ന വിശ്വാസത്തെ പ്രാപിച്ചിരിക്കുന്നത് നമ്മൾ. അത് പ്രാപിച്ചിരിക്കുന്നത് ഇപ്പോഴാണ്, ഇപ്പൊ തന്നെ പ്രാപിച്ചിരിക്കുന്നത്. 5:27 വായിച്ച് യോഹന്നാന്റെ ശേഷം എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവൻ നിത്യജീവനുണ്ട്. ഒന്ന് കേട്ടോടെ, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവന് ഇഷ്ടം ചെയ്യുന്നവൻ നിത്യജീവനുണ്ട്. അടുത്തത്, അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക്, അടുത്ത വാക്യം ചേർന്ന് ജീവനിലേക്ക് ഒന്നുകൂടെ ജീവനിലേക്ക് ശ്രമിച്ചോ, ജീവനിലേക്ക് കടക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നതിന്റെ കാര്യം. ഈ നിത്യജീവൻ കടക്കും എന്നല്ല, ഇത് വിശ്വസിച്ചാൽ, ഈ അവന്റെ വചനത്തെ വിശ്വസിച്ച് അവന്റെ ആ കൽപ്പന അനുസരിക്കുന്നവൻ നിത്യജീവൻ പ്രാപിക്കും. അവന് ശിക്ഷാവധി ഇല്ലാതെ നിത്യജീവനിലേക്ക്, സോയ ലൈഫിലേക്ക് കടക്കാൻ പോകുന്നു എന്നല്ല, ഇന്ന് കടന്നിരിക്കുകയാണ്. ഞാൻ ആ കണക്കിലേക്ക് വേഗം പെട്ടെന്ന് വരട്ടെ. മൂന്ന് തരത്തിലുള്ള ജീവൻ. ഒന്ന് ജീവൻ സുഖ എന്ന് പറയുന്നത്, രണ്ട് ആ സമൃദ്ധിയായ ജീവൻ, മൂന്നാമത്തേത് വാഴുന്ന ജീവൻ. ഈ ജീവനിലേക്ക്, ആ സോയ ലൈഫിലേക്ക്, സോയയുടെ ആ 3 ലെവലിലേക്ക് വരാം. ഇപ്പോ നമ്മൾ എല്ലാവരും കാണുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ഈ നമ്മുടെ ഈ എന്താ പറയുക, വീഡിയോയിലൊക്കെ കണ്ടു, കൊറോണ വന്നതുകൊണ്ട് വെന്റിലേറ്റർ ഈ ആളുകൾ കിടക്കുന്നത് അല്ലേ? വെന്റിലേറ്ററിൽ ഇങ്ങനെ മാസ്ക് പോലെ ഇങ്ങനെ വെച്ചിട്ട് ആളുകൾ ഇങ്ങനെ വലിച്ച് കണ്ണൊക്കെ വരച്ച് ഇങ്ങനെ ശ്വസിക്കുന്നതും വലിക്കുന്നതും കണ്ടു. ഈ ആൾക്ക് ജീവനുണ്ടോ? വെന്റിലേറ്റർ കിടക്കുന്ന ആൾക്ക് ജീവനുണ്ടോ? ഉണ്ട്. ഉള്ളതുകൊണ്ടല്ലേ വെന്റിലേറ്റർ വെച്ചിരിക്കുന്നത്. ജീവനുണ്ട്. അയാൾക്ക് ജീവനുണ്ട്, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാണാം, അയാൾക്ക് ഇങ്ങനെ കാണാം, അയാൾക്ക് ഇങ്ങനെ ഡോക്ടർ വരുന്നത് കാണാം, മെഡിസിൻ കുത്തിവെക്കുന്നത് കാണാം, പിന്നെ ഫയൽ വരുന്നതെന്ന് ചോദിക്കാം. ജീവനുണ്ട്, പക്ഷെ ചലനമില്ല. ജീവനുണ്ട്, ചലനം. എന്നാൽ ഉസൈൻ ബോൾട്ട് 100 മീറ്റർ ലോകത്തിലെ ഏറ്റവും വലിയ ഓട്ടക്കാരനാണ്, ജമൈക്കയിലുള്ള ആളാണ്. ഉസൈൻ ബോൾട്ടിന് ഇതേ ജീവനുണ്ട്. ഈ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആൾക്കൊരു ജീവനുണ്ട്. അയാൾ കിടക്കുകയാണ്, അല്ലെങ്കിൽ കിടക്കുമ്പോൾ അയാൾ കാണുന്നുണ്ട്, ജീവനുണ്ട്. പക്ഷെ ഉസൈൻ ബോൾട്ടിനുള്ളതും ജീവനാണ്. ഉസൈൻ ബോൾട്ടിനുള്ള ജീവൻ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ ഓട്ടക്കാരൻ, ഇന്ന് ലോകത്തിലെ പ്രസന്റ് ഇതിലുള്ള ഏറ്റവും വലിയ ഓട്ടക്കാരൻ ഉസൈൻ ബോൾട്ട്, ജമൈക്കയിലുള്ള ആഫ്രിക്കയിലുള്ള ആളാണ്. ഇയാൾ ജനിച്ചപ്പോൾ തൊട്ട് കാട്ടുകുതിരകളുടെ കൂടെ ഓടിപ്പടിച്ചയാളാണ്. കാട്ടുകുതിരകളിലൂടെ ഓടിപ്പടിച്ച് ഒളിമ്പിക്സിന് 110 രാജ്യങ്ങൾ ഒരുമിച്ച്, 110 രാജ്യങ്ങളിലെ ആ ഓട്ടക്കാർ ഒരുമിച്ച് നിൽക്കുമ്പോൾ ആ 110 രാജ്യത്തിലെ ഓട്ടക്കാരെ മുഴുവൻ തോപ്പിച്ച് അവരുടെ ഫ്രണ്ടിൽ വന്ന് ജയിച്ചയാളാണ് ഉസൈൻ ബോൾട്ട്. ഈ ജീവനും, അതായത് വെന്റിലേറ്ററിൽ കിടക്കുന്ന ആളുടെ ജീവനും
ഉസൈൻ ബോൾട്ടിന്റെ ജീവനും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ചോദിച്ചാൽ ഉണ്ടോ? രണ്ടും ജീവനാണ്. ഇതും ജീവനാണ്, മറ്റേതും ജീവനാണ്, അല്ലെ? ഇത് ജീവനാണ്, ഉസൈൻ ബോൾട്ടിന്റെ ജീവനാണ്. എന്താ ഈ ജീവന് വ്യത്യാസം? ഈ ജീവൻ എന്ന് പറഞ്ഞാൽ, അതായത് ഈ വെന്റിലേറ്ററിൽ കിടക്കുന്ന ജീവൻ എന്ന് പറഞ്ഞാൽ അത് ഒരുമാതിരി ജീവിച്ചിരിക്കുമോ ചത്തത് വെക്കുമോ എന്ന് പറയില്ലേ, എന്ന് പറഞ്ഞാൽ ചത്ത ഒരു ജീവനാണ്. ആരാധനയ്ക്കകത്തും അതുകൊണ്ട് ആരാധിക്കുന്ന നല്ല ആരാധന നടക്കുമ്പോൾ ആരാധന ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴും ആരാധന ഇവിടെ ഇങ്ങനെ നടക്കുമ്പോഴും ഇവിടെ നല്ല ഇവിടെ ആരാധനയാണ് ഏറ്റവും ഇപ്പം കുറച്ച് സമയം പോയാൽ നമുക്ക് ആരാധിക്കാൻ പറ്റിയല്ലോ. അപ്പൊ ഈ ആരാധനയ്ക്കകത്ത് വരുമ്പോൾ പ്രത്യേകിച്ച് പെന്തക്കോസ്തസിലെ ആരാധന നമ്മൾ കാണാനല്ലോ ഇങ്ങനെ മറ്റേ പറയാം ഒന്നോണം നിന്നോണം കണ്ടോണം പൊക്കോണം ഇങ്ങനെ പറയില്ല. ചോളം കൊണ്ട് ഈ നമ്മൾ പണ്ട് പള്ളിയിലൊക്കെ ആണെങ്കിൽ യാഗോയാണെങ്കിലും രാത്രിയാണെങ്കിലും എവിടെ ആണെങ്കിലും മത്തമയാണെങ്കിലും വന്നോണം നിന്നോണം കണ്ടോണം പൊക്കോണം അത് കഴിഞ്ഞു ഇവിടെ വന്നാൽ നമ്മൾ വന്നോണം നിന്നോണം കണ്ടോണം പൊക്കോണമല്ല, ആരാധിച്ചോണം. ആരാധിച്ചില്ലെങ്കിൽ ഈ സമയം വേസ്റ്റ് ആയി. ഇവിടെ വന്ന് ആരാധിച്ചോണം, ആരാധിച്ചില്ലെങ്കിൽ വെറുതെ സമയം വേസ്റ്റ് ആയി. അപ്പൊ ഇവിടെ വന്ന് ആരാധനയ്ക്കകത്ത് നമ്മൾ വരുമ്പോൾ നമ്മൾ അറിയത്തില്ല നമ്മൾ എന്താണ് ഇതിനകത്തേക്ക് ആരാധനയോളമല്ല അറിയോളമല്ല നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വഹിയാത്ത ഒരു ആത്മപ്രവാഹത്തിലേക്ക് നമ്മൾ എന്താണ് മറ്റൊരു ജീവനാണ്. ഈ ചേര ഇരിക്കുന്നുണ്ട്, ഈ ചേരയിലെ ജീവൻ ഇരിക്കുന്നുണ്ട്, ഇവിടെ ഇരിക്കുന്നുണ്ട്, അത് ജീവനാണ്. പക്ഷേ അതിനൊരു മാറ്റം വരും. ഉസൈൻ ബോൾട്ടിന് ആ ജീവനെ എക്സസൈസ് ചെയ്യുക. ആ ജീവൻ കഴിഞ്ഞ ദിവസം കഴിച്ച ആഹാരം ഇത് ബ്ലഡിനകത്ത് വന്നിട്ട് ഈ വചനം കേൾക്കുമ്പോ ഈ വചനം ബ്ലഡിനകത്ത് വന്നിട്ട് അത് ജീവനായിട്ട് ലോകത്തിലെ പ്രതിസന്ധികൾ 110 രാജ്യങ്ങൾ ഒരുപോലെ പരാജയപ്പെടുത്താൻ നിൽക്കുമ്പോ ഈ ലോകം മുഴുവൻ ഒരുപോലെ പരാജയപ്പെടുത്താൻ നിൽക്കുമ്പോ അല്ല ആ കാട്ടുകുതിരകളുടെ കൂടെ ഓടി അവരെ കാട്ടിനകത്ത് പരാജയപ്പെടാൻ നിൽക്കുമ്പോ അതിനെ കീഴടക്കുന്ന അതിനെ തോൽപ്പിക്കുന്ന ഒരു വിജയം ഒരു ലൈഫ് അവന്റെ അകത്തുണ്ട്. അത് ലോകത്തിലെ ജീവന. എന്നാൽ ഈ വചനത്തിനകത്ത് നിന്ന് മുമ്പേ പറഞ്ഞില്ലേ പുറമേയുള്ള മനുഷ്യൻ ഫാസ്റ്റിംഗ് ഇരിക്കുന്നുണ്ട്, ജീവനുണ്ട്. പക്ഷെ ഉസൈൻ ബോൾട്ടിനുള്ളതും ജീവനാണുള്ളത്. ഉസൈൻ ബോൾട്ടിനുള്ള ജീവൻ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ ഓട്ടക്കാരൻ ഇന്ന് ലോകത്തിലെ പ്രസന്റ് ഉള്ള ഏറ്റവും വലിയ ഓട്ടക്കാരൻ ഉസൈൻ ബോൾട്ട് ജമൈക്കയിലുള്ള ആഫ്രിക്കയിലുള്ള ആളാണ്. ഇയാൾ പ്രത്യേകതയോ ഇയാൾ ജനിച്ചപ്പോൾ തൊട്ട് കാട്ടുകുതിരകളുടെ കൂടെ ഓടിപ്പടിച്ചയാളാണ്. കാട്ടുകുതിരകളുടെ കൂടെ ഓടിപ്പടിച്ച് ഒളിമ്പിക്സിന് 110 രാജ്യങ്ങൾ ഒരുമിച്ച് 110 രാജ്യങ്ങളിലെ ആ ഓട്ടക്കാർ ഒരുമിച്ച് നിൽക്കുമ്പോൾ ആ 110 രാജ്യത്തിലെ ഓട്ടക്കാരെ മുഴുവൻ തോപ്പിച്ച് അവരുടെ ഫ്രണ്ടിൽ വന്ന് ജയിച്ചയാളാണ് ഉസൈൻ ബോൾട്ട്. ഈ ജീവനും അതായത് വെന്റിലേറ്ററിൽ കിടക്കുന്ന ആളുടെ ജീവനും ഉസൈൻ ബോൾട്ടിന്റെ ജീവനും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ചോദിച്ചാൽ ഉണ്ടോ? രണ്ടും ജീവനാണ്. ഇതും ജീവനാണ്, മറ്റേതും ജീവനാണ്, അല്ലെ? ഇത് ജീവനാണ്, ഉസൈൻ ബോൾട്ടിന്റെ ജീവനാണ്. എന്താ ഈ ജീവന് വ്യത്യാസം? ഈ ജീവൻ എന്ന് പറഞ്ഞാൽ അതായത് ഈ വെന്റിലേറ്ററിൽ കിടക്കുന്ന ജീവൻ എന്ന് പറഞ്ഞാൽ അത് ഒരുമാതിരി ജീവിച്ചിരിക്കുമോ ചത്തത് വെക്കുമോ എന്ന് പറയില്ലേ, എന്ന് പറഞ്ഞാൽ ചത്ത ഒരു ജീവനാണ്. ആരാധനയ്ക്കകത്തും അതുകൊണ്ട് ആരാധിക്കുന്ന നല്ല ആരാധന നടക്കുമ്പോൾ ആരാധന ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴും ആരാധന ഇവിടെ ഇങ്ങനെ നടക്കുമ്പോഴും ഇവിടെ നല്ല ഇവിടെ ആരാധനയാണ് ഏറ്റവും ഇപ്പം കുറച്ച് സമയം പോയാൽ നമുക്ക് ആരാധിക്കാൻ പറ്റിയല്ലോ. അപ്പൊ ഈ ആരാധനയ്ക്കകത്ത് വരുമ്പോൾ പ്രത്യേകിച്ച് പെന്തക്കോസ്തസിലെ ആരാധന നമ്മൾ കാണാനല്ലോ ഇങ്ങനെ മറ്റേ പറയാം ഒന്നോണം നിന്നോണം കണ്ടോണം പൊക്കോണം ഇങ്ങനെ പറയില്ല. ചോളം കൊണ്ട് ഈ നമ്മൾ പണ്ട് പള്ളിയിലൊക്കെ ആണെങ്കിൽ യാഗോയാണെങ്കിലും രാത്രിയാണെങ്കിലും എവിടെ ആണെങ്കിലും മത്തമയാണെങ്കിലും വന്നോണം നിന്നോണം കണ്ടോണം പൊക്കോണം അത് കഴിഞ്ഞു ഇവിടെ വന്നാൽ നമ്മൾ വന്നോണം നിന്നോണം കണ്ടോണം പൊക്കോണമല്ല, ആരാധിച്ചോണം. ആരാധിച്ചില്ലെങ്കിൽ ഈ സമയം വേസ്റ്റ് ആയി. ഇവിടെ വന്ന് ആരാധിച്ചോണം, ആരാധിച്ചില്ലെങ്കിൽ വെറുതെ സമയം വേസ്റ്റ് ആയി. അപ്പൊ ഇവിടെ വന്ന് ആരാധനയ്ക്കകത്ത് നമ്മൾ വരുമ്പോൾ നമ്മൾ അറിയത്തില്ല നമ്മൾ എന്താണ് ഇതിനകത്തേക്ക് ആരാധനയോളമല്ല അറിയോളമല്ല നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വഹിയാത്ത ഒരു ആത്മപ്രവാഹത്തിലേക്ക് നമ്മൾ എന്താണ് മറ്റൊരു ജീവനാണ്. ഈ ചേര ഇരിക്കുന്നുണ്ട്, ഈ ചേരയിലെ ജീവൻ ഇരിക്കുന്നുണ്ട്, ഇവിടെ ഇരിക്കുന്നുണ്ട്, അത് ജീവനാണ്. പക്ഷേ അതിനൊരു മാറ്റം വരും. ഉസൈൻ ബോൾട്ടിന് ആ ജീവനെ എക്സസൈസ് ചെയ്യുക. ആ ജീവൻ കഴിഞ്ഞ ദിവസം കഴിച്ച ആഹാരം ഇത് ബ്ലഡിനകത്ത് വന്നിട്ട് ഈ വചനം കേൾക്കുമ്പോൾ ഈ വചനം ബ്ലഡിനകത്ത് വന്നിട്ട് അത് ജീവനായിട്ട് ലോകത്തിലെ പ്രതിസന്ധികൾ 110 രാജ്യങ്ങൾ ഒരുപോലെ പരാജയപ്പെടുത്താൻ നിൽക്കുമ്പോൾ ഈ ലോകം മുഴുവൻ ഒരുപോലെ പരാജയപ്പെടുത്താൻ നിൽക്കുമ്പോൾ അല്ല ആ കാട്ടുകുതിരകളുടെ കൂടെ ഓടി അവരെ കാട്ടിനകത്ത് പരാജയപ്പെടാൻ നിൽക്കുമ്പോൾ അതിനെ കീഴടക്കുന്ന അതിനെ തോൽപ്പിക്കുന്ന ഒരു വിജയം ഒരു ലൈഫ് അവന്റെ അകത്തുണ്ട്. അത് ലോകത്തിലെ ജീവന. എന്നാൽ ഈ വചനത്തിനകത്ത് നിന്ന് മുമ്പേ പറഞ്ഞില്ലേ പുറമേയുള്ള മനുഷ്യൻ
ഫാസ്റ്റിംഗ് ഇരിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ ഇന്ന് നല്ല ശക്തിയാണ്. കാരണം എന്താ പറയുക, 2 ദിവസം ഫാസ്റ്റിംഗ് ഇരുന്നുണ്ടാ. ഫാസ്റ്റിംഗ് ഇരുന്നാൽ ഭയങ്കര ആരോഗ്യമുണ്ടോ, അത് അകത്തെ മനുഷ്യനെ ബലപ്പെടും. അകത്തെ മനുഷ്യൻ ബലപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് മുമ്പേ പ്രതിസന്ധിയുണ്ട്, നമുക്ക് മുമ്പേ പരിശോധനയുണ്ട്, നമുക്ക് മുമ്പേ ഈ രാജ്യങ്ങൾ 110 രാജ്യങ്ങൾ ഒരുപോലെ നിൽക്കുന്നത് പോലെയുള്ള പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും അതിനെ തകർത്തെറിയുന്ന, അതിനെ തോൽപ്പിക്കുന്ന, അതിനെ ഇല്ലാതാക്കി കളയുന്ന ഒരു ദൈവശക്തി അത് നിന്റെ മേൽ വ്യാപരിക്കുന്നു. ഇതാ ഈ ജീവന്റെ പ്രത്യേകത. ഈ ജീവൻ നമ്മളോട് പ്രാപിച്ചാൽ നമ്മൾ പരാജയപ്പെട്ടു പോകത്തില്ല. ഈ ജീവൻ പ്രാപിച്ചാൽ പ്രതിസന്ധി വരത്തില്ല എന്നല്ല ഞാൻ പറഞ്ഞു. പ്രതിസന്ധിയുണ്ട്, വേദനയുണ്ട്, കഷ്ടതയുണ്ട്. പൗലോസ് പറയും, ഞങ്ങള് എല്ലാ വിധത്തിലും തകർന്നിരിക്കുന്നവരെങ്കിലും, ഞങ്ങൾ വീട് കിടക്കുന്നവരെങ്കിലും നശിക്കുന്നില്ല. ഞങ്ങൾ പരാജയത്തിന്റെ ഭീതി അനുഭവിക്കില്ലെങ്കിൽ ഒരിക്കലും പരാജയപ്പെടില്ല. കാര്യം എന്താണെന്നറിയാമോ? 4:10 പറയുന്നത് ക്രിസ്തുവിന്റെ ജീവൻ അവന്റെ അകത്ത് വ്യാപരിക്കുക. അത് അടികൊള്ളുമ്പോൾ വ്യാപരിക്കുക, അത് വലിച്ചെറിയുമ്പോൾ വ്യാപരിക്കുക, അതിനെ പുറത്തേക്ക് എറിയുമ്പോൾ വ്യാപരിക്കുക, അതിനെ കുത്തുവാക്ക് പറയുമ്പോൾ ആ ശക്തി വ്യാപരിക്കുക. ഇന്ന് പകല് ദൈവജനത്തെ നിന്നെ പൊതിയുന്ന ശക്തി, ജീവന്റെ ശക്തി അതിനെ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ദൈവശക്തി നമ്മൾ വ്യാപരിക്കണം. നമുക്ക് 5 മിനിറ്റ് നേരത്തെ നിർത്തേണ്ട സമയം. അപ്പൊ ഈ ദൈവശക്തിയാണ് നമ്മൾ വ്യാപരിക്കുന്നത്. ഒന്ന്, എന്താണ് ഈ ലൈഫ്? ജീവൻ സൂക്കെ അല്ല, സോയെ. സൂക്കെ എന്ന് പറയുന്ന സർവ്വപേർക്കുണ്ട്. ആ വചനം അത് മാറ്റിയിട്ട് സോയെ എന്ന് പറയുന്ന ആ ജീവൻ അകത്തോട്ട് കയറട്ടെ. ഈ ജീവൻ അകത്തോട്ട് കയറിയാൽ നമ്മൾ ആള് മാറും. അപ്പൊ ഒന്നാമത്തെ ഞാൻ പറഞ്ഞു, ഈ വെന്റിലേറ്ററിൽ കിടക്കുന്ന ആ ജീവൻ, അതല്ല ജീവൻ. 2, സമൃദ്ധിയായ ജീവൻ. ആ സമൃദ്ധിയായ ജീവനാണ് വെന്റിലേറ്ററിൽ കിടക്കുന്ന മാറിയിട്ട് ഹൗസൈൻ ബോട്ടിലുള്ള ഒരു ജീവനുള്ള സമൃദ്ധിയായ ജീവൻ. വരുന്ന എല്ലാ പ്രതിസന്ധിയുടെ പേര് വചനം എടുത്താൽ യേശു കർത്താവിന്റെ നേരെ പിശാച് വരുമ്പോൾ പിശാച് പറയുക, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് സകല വചനം കൊണ്ട് ജീവിക്കുന്നു. നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ നമസ്കരിക്കാവുള്ളൂ. ഈ ലോകത്തിന് ഒരു വ്യക്തിയല്ല അനുസരിക്കേണ്ടത്. പൗലോസ് പറയുന്നത്, അതുകൊണ്ട് അഗ്രിപ്പാ രാജാവേ, സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കാൻ കഴിയുകയില്ല. എനിക്ക് കിട്ടിയ ദർശനമുണ്ട്. എനിക്ക് കിട്ടിയ ദർശനം അനുസരിച്ച് ദൈവത്തെക്കാൾ മനുഷ്യനെ അനുസരിച്ച് എന്നെ കൊണ്ടോക്കത്തില്ല. ഈ ശക്തി കിട്ടുന്നതാണ്, ഈ ശക്തി കിട്ടുന്നതാ ഈ സോയെ എന്ന് പറയുന്ന ലൈഫിൽ നിന്നാണ് ഈ ശക്തി കിട്ടുന്നത്. ഈ ശക്തി, ആ ബലം കിട്ടുന്നത് സോയെ എന്ന് പറയുന്ന ലൈഫിൽ നിന്നാണ്. ഞാൻ ഈ 2 ജീവൻ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഉള്ള ആ ഗുണങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കും. അതിന് ഇവിടെ ദൈവത്തിന്റെ ആത്മാവുള്ള ഒരു മനുഷ്യനെ, ആ ദൈവത്തിന്റെ ആത്മാവ് 2 ഏരിയ വീഴ്ച. നമുക്ക് പഴയ നിയമത്തിലേക്ക് പോകാം, പുതിയ നിയമത്തിൽ കാണിക്കാം, പൗലോസിനെ കാണിക്കാം. സമയം ഉണ്ടെങ്കിൽ അങ്ങോട്ടില്ല, സമയം പെട്ടെന്ന് തീരുമാനിക്കും. അപ്പൊ ആ പഴയ നിയമത്തിലേക്ക് പോകാം. പഴയ നിയമത്തിൽ കണ്ടിട്ട് ആ ദൈവത്തിന്റെ ആത്മാവ് ഏലിയാവിലുണ്ടായിരുന്നു. ഏലിയാവിന്റെ ആത്മാവ് ഇരട്ടി പങ്ക് ഏലിശയ്ക്ക് കിട്ടി. ഇതാണ് ദൈവം ചോദിച്ചത്. അത് ഏലിശ ചോദിച്ചതാണ്, നിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക്. അപ്പൊ ഏലിയാവിന്റെ ആത്മാവ് ഉണ്ടായിരുന്നു. ഇതേ ആത്മാവിന്റെ ജീവൻ, ആത്മാവിന്റെ ശക്തി, ഇതേ ആത്മശക്തി ഏലീശയ്ക്ക് ഇരട്ടി പങ്കായിട്ട് കൊടുത്തു. ഇരട്ടി പങ്കായിട്ട് കൊടുക്കുമ്പോൾ പ്രത്യേകത അറിയാമോ? ഇരട്ടി പങ്ക് കൊടുത്തവൻ 25 ലക്ഷം പേർക്ക് വേണ്ടി വിഭജിക്കപ്പെട്ട ആ യോർദാൻ നദി ഈ ഏലിയാവ് ഏലീശയുടെ വരുമ്പോൾ പുതപ്പ് കൊണ്ട് അടിച്ചിട്ട് അവൻ അക്കരെ കിടന്നു. പ്രതിസന്ധിയെ നോക്കാതെ, റിസ്ക് ഉണ്ടെന്ന് നോക്കാതെ, എങ്ങനെ മടങ്ങി വരുമെന്ന് നോക്കാതെ, നോക്കി നിൽക്കുന്ന യെരിഹോവിലെ 50 ശിഷ്യന്മാരെ നോക്കാതെ ഏലിയാവിന്റെ പുറകെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് മേടിക്കാൻ ദൈവിക ചിന്തയുമായിട്ട് പോയ ഏലീശ പ്രാപിച്ചു. ഈ മടങ്ങി വരുമ്പോ ആ പുതപ്പ് എടുത്തിട്ട് ഒരു അധ്യക്ഷൻ ചോദിച്ചു, ദൈവത്തിന്റെ ഏലിയാവ് എവിടെ? ഏലിയാവിന്റെ ദൈവം എവിടെ? ആ ഒരു പുതപ്പെടുത്ത് മടക്കിയിട്ടായി. ഏലിയാവ് പറഞ്ഞു, ദൈവം പറഞ്ഞു, മോനെ ഞാൻ നിന്റെ കൂടെയുണ്ട്. ഒരൊറ്റ കാര്യം പറയട്ടെ, 25 ലക്ഷം പേർക്ക് വേണ്ടി വിഭജിക്കപ്പെട്ട ആ യോർദാൻ, ആ മരണ യോർദാൻ ഒരൊറ്റ ആൾക്ക് വേണ്ടി വിഭജിക്കപ്പെട്ടു. ഇത് വളരെ ഓർക്കണം ദൈവമേ. 25 ലക്ഷം പേർക്ക് വേണ്ടി പണ്ട് വഴിയുണ്ടാക്കിയ അതേ യോർദാൻ നീ എന്ന് പറയുന്ന ഒരൊറ്റ വ്യക്തിക്ക് വേണ്ടി. അതാ ഈ ജീവന്റെ ശക്തി. ഏലിയാവിനെ കാണാം. ഏലിയാവ് 21-ാമത്തെ അധ്യായത്തിൽ കാണാം. 21-ാമത്തെ രാജാക്കന്മാരുടെ പുസ്തകം 1 രാജാക്കന്മാരുടെ പുസ്തകം 21-ാം അധ്യായത്തിൽ കാണാം. ആത്മാവ് വേഗത്തിൽ ഞാൻ പറയാം. അവിടെ 3-ാമത്തെ വാക്യം വായിച്ച് 21-3 വേഗം എടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വായിച്ച് ഞാൻ പറയാം. അവകാശം നിനക്ക് തരുവാൻ യഹോവ സംഗതി വരുത്തട്ടെ എന്ന് പറഞ്ഞു. ഇസ്രായേലിലെ നാബോത്ത്
ഏഴാമത്തെ അവന്റെ ഭാര്യ ഇസബേൽ അവനോട്, നീ ഇസ്രായേലിന്റെ രാജ്യഭാരം വർദ്ധിക്കുമോ? എഴുന്നേറ്റ് ഭക്ഷണം കഴിക്കാൻ നിന്റെ മനസ്സ് തെളിയട്ടെ. ഇസ്രായേലിലെ നാബോത്തിന്റെ മുന്തിരിത്തോട്ടം ഞാൻ നിനക്ക് തരുമെന്ന് പറഞ്ഞു. അങ്ങനെ അവൾ ആഹാബിന്റെ പേർ വെച്ച് എഴുത്തെഴുതി അവന്റെ മുദ്രയോട് മുദ്രയിട്ടു. എഴുത്ത് നാബോത്തിന്റെ പട്ടണത്തിൽ പാർക്കുന്ന മുമ്പന്മാർക്കും പ്രധാനികൾക്കും അയച്ചു. എഴുത്തിൽ അവൾ എഴുതുന്നത് എന്തെന്നാൽ, നിങ്ങളൊരു ഉപവാസം പ്രസിദ്ധമാക്കി നാബോത്തിന്റെ ജനത്തിന്റെ ഇടയിൽ പ്രധാന സ്ഥാനം കൊടുത്തിരുത്തുവിൻ. നീചന്മാരായ രണ്ടാളുകളെ അവനെതിരെ നിർത്തി അവൻ ദൈവത്തിന്റെ രാജാവിനെ ദുഷിച്ചുവെന്ന് അവന്റെ വിരോധമായി ഇവിടെ ശ്രദ്ധിക്കണം, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കുമല്ലോ. ആത്മാവുള്ള ഇവിടെ ഏലിയാവ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ആത്മാവ് ഇല്ലാത്ത പക്ഷെ ഉണ്ടെന്ന് പറയുന്ന ഈസബേലും ആഹാബും ഒരു സൈഡില് ഏലിയാവ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ. ശ്രദ്ധിക്കണം, ഈസബേൽ എന്ന് പറയുന്ന അല്ലെങ്കിൽ ആഹാബ് എന്ന് പറയുന്ന അവിടെ മണക്കുന്നത് എന്താ പറയുക? മരണമാണ്. നാബോത്ത് അവനെ കൊന്നു. പിന്നെ മുന്നോട്ട് വന്നു ഏലിയാവിനെ കുറിച്ച് പറയുന്നു, നാളെ ഈ നേരത്ത് 850 പേരിൽ ഒരുവന്റെ തല പോലെ നിന്റെ തല വീഴും. അടുത്തേക്ക് വന്നു. അടുത്തോട്ട് ഏലിയാവ് വന്നിട്ട് ആ അധ്യായത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു 15 ഒരു 23-ാമത്തെ വാക്യത്തിലേക്ക് ആ വാക്യത്തിൽ ആ അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട്, ഈ ഏലിയാവ് വന്നിട്ട് ഈ ഇസബേലിനോട് പറയുക, ശരിയാണ്, പക്ഷെ ഒരു കാര്യമുണ്ട്, നാബോത്തിന്റെ രക്തം നായ്ക്കൾ നക്കിയ സ്ഥലത്ത് തന്നെ നിന്റെ രക്തം നായ്ക്കൾ ഇന്ന് നോക്കി. മരണം. ഇസബേൽ ഈ ആഹാബ് ഇസബേൽ മരണം, ആഹാബ് നാബോത്തിന് മരണം, പിന്നെ ഏലിയാവിന് മരണം, പിന്നെ ഇങ്ങനെ മരണം. ഇങ്ങോട്ട് മാറ്റി ഏലിയാവ് എന്ന് പറയുന്ന മനുഷ്യൻ. ഇത് ഒന്ന് നിങ്ങൾ വ്യക്തമാക്കി മനസ്സിലാക്കണം, എന്നാലേ ദൈവ പൈതലിന്റെ വില മനസ്സിലാകത്തുള്ളൂ, വിലയെന്നല്ല പ്രതിസന്ധി മനസ്സിലാകത്തുള്ളൂ. ഈ ഏലിയാവ് ഈ ഇസബേല് ഞാൻ അങ്ങ് വായിക്കുമെന്ന് അതിനെ ചിന്തിച്ചു നോക്കേ. ഇസബേല് ഈ പറയുന്ന 7-ാമത്തെ വാക്യം താഴോട്ട് വായിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്. ആദ്യത്തെ പ്രശ്നം നാബോത്തായിരുന്നു. നാബോത്തിന്റെ സംസാരിച്ചു പറഞ്ഞാൽ എനിക്ക് ആ തോട്ടം വേണം, ന്യായമായ ചീരത്തോട്ടം അതിന്റെ മുമ്പിൽ വേണം. നാബോത്ത് പറഞ്ഞ തരത്തിലെന്ന് പറഞ്ഞപ്പോ കണ്ടുപിടിച്ചത് ആഹാബ് എന്ന് പറയുന്ന മനുഷ്യൻ, പാവ മനുഷ്യൻ. അദ്ദേഹം പോയി സ്വസ്ഥമായിട്ട് കട്ടിലെ പോയി കിടക്കുക, വിഷമിച്ച് കിടക്കുമ്പോ തട്ടി പിടിച്ച് ആലോചിച്ച് പ്രശ്നം എന്താ? അവൻ അതേ നാബോത്തിന്റെ തോട്ടം കിട്ടിയില്ല, നാബോത്തിന്റെ ആ തോട്ടം എനിക്ക് വേണം. അപ്പൊ ഉടനെ തന്നെ ഈ ഭാര്യ വിളിച്ചു പോയി, ഞാൻ ശരിയാക്കി തരാം, നീ രാജാവല്ലേ, ഞാൻ ശരിയാക്കി, നിനക്ക് അധികാരം കഴിക്കരുത്, ഞാൻ ശരിയാക്കി തരാം. അത് ആ സ്ത്രീ പെട്ടെന്ന് തന്നെ ഇതിനെക്കുറിച്ച് ശരിയാക്കി. എങ്ങനെയാണല്ലോ അതൊരു ശരിയാക്കിയ ഭാഗം നിങ്ങൾ പിന്നീട് വായിക്കുന്നത് 21-ാം തീയതി പിന്നീട് വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ഇവനെ നാബോത്തിനെ വിളിച്ചിറക്കിക്കൊണ്ട് പറയാണ്. അത് പിന്നീട് കാണാം, യേഹൂ എന്നയാളെ കൊല്ലാനായിട്ട് അവിടെ ചെല്ലുമ്പോൾ ആഹാബ് മരിച്ചതിന് ശേഷം കിളിവാതിലിന്റെ അകത്തൂടെ കണ്ണെഴുതി പൊട്ടും തൊട്ടിട്ട് യജമാനെ കൊന്ന സിറിയെ സമാധാനം അറിയിക്കുന്നത്. അപ്പൊ ഈ സ്ത്രീ ആ 2 മൂപ്പന്മാരെ പ്രധാനികളെ വിളിച്ചു കത്തിനധികയാണ് നാബോത്തിനെ വിളിച്ചുകൊണ്ട് വേണം അവനോട് പറയണം, ദൈവത്തിനെതിരായിട്ട് ദൂഷണം പറഞ്ഞുകൊണ്ട് ഇവനെ കുറിച്ച് ഒരു തെറ്റായിട്ട് എഴുതിയുണ്ടാകണം. കേട്ടോ, ശ്രദ്ധിച്ചോ? ആ വാക്ക് നോക്കി എങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്, അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നത്. പിന്നീട് അത് വിശദമായിട്ട് പറയണം, ദൈവത്തിനും രാജാവിനും എതിരായിട്ട് ദൂഷണം പറഞ്ഞുവെന്ന് ഇവനെ കുറിച്ച് ഒരു തെറ്റായിട്ട് വിധി ഉണ്ടാക്കണം. ഇന്ന് ഈ ലോകത്തിൽ അത് മനസ്സിലാക്കണം. ഈ ലോകത്തിൽ നിങ്ങൾ ലോകക്കാരുമായിട്ട് കൺസൾട്ട് ചെയ്യുമ്പോൾ, ഇടപെടുമ്പോൾ, ലോകത്തിലെ ആത്മീയല്ലാത്തവരുമായിട്ട് ഇടപെടുമ്പോൾ ഇതുണ്ടാകുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നാബോത്തിന്റെ മരണം അവിടെ സംഭവിച്ചു. ദൈവത്തിന് നാബോത്തിനെ രക്ഷിക്കാമായിരുന്നല്ലോ, എന്നിട്ട് എന്തുകൊണ്ട് രക്ഷിച്ചില്ല? അതിനുശേഷം അതിന് മുമ്പുള്ള സംഭവം ഏലിയാവ് എന്ന് പറയാൻ മനുഷ്യൻ ഏലിയാവോട് പറയുക, നാളെ ഈ നേരത്ത് ഞാനാണ് ഇതിന്റെ അധികാരി. ഇസബേലാണ് ആഹാബിന് മിന്നവച്ച വിട്ടുപോയി. ഇസബേൽ പറഞ്ഞു, ഞാനാണ് ഇവിടെ തീരുമാനിക്കുന്നതെങ്കിൽ അവര് 850 എണ്ണത്തിന് നീ തട്ടിയില്ലേ, അവര് ഒരുവന്റെ പോലെ നിന്റെ തല വീഴും. എനിക്ക് അത്ഭുതകരമായ ഒരു കാര്യം, ഏലിയാവ് നമുക്ക് സമത്വമാണ് മനുഷ്യൻ. ഈ മനുഷ്യൻ എന്ത് പറ്റിയെന്നറിയാമോ? ഈ മനുഷ്യൻ ഓടി ചൂടിയച്ചെടിയുടെ കീഴിൽ നിന്ന് കിടക്കുകയാണ്. ഇവിടെ പറയാം, ഇവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് പറയാൻ ഉദ്ദേശിക്കുന്നത് സമയം തിരികെ ഇവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് പറയുക. അപ്പോ ഒന്ന് ശ്രദ്ധിച്ചേ, ആത്മാവില്ലാത്ത ഇസബേൽ, ആത്മാവുള്ള ഏലിയാവ്. ഒന്നുകൂടെ പറയാം, ഈ ദൈവത്തിന്റെ ജീവനില്ലാത്ത ഇസബേൽ, ഫറവോന്റെ പുത്രിയ, അവിടുന്ന് ആ രാജ്യത്തിൽ നിന്ന് സേവിക്കുന്നതാണ്. ദൈവത്തിന്റെ ജീവനില്ലാത്ത ഇസബേൽ, ദൈവത്തിന്റെ ജീവനുള്ള ആത്മജീവനുള്ള ഏലിയാവ്. ആര് ജയിക്കണം? ഏലിയാവ് ജയിക്കണം, അല്ലെ? നമ്മുടെ മനസ്സിലൊക്കെ ഏലിയാവ് ജയിക്കണം. പക്ഷെ ഏലിയാവ് ജയിച്ചില്ല. അതാണ് നമ്മൾ അത്ഭുതപ്പെടുന്ന കാര്യം.
അത് അത്ഭുതപ്പെടുത്തുമല്ല, ഇത് ദൈവജനം മനസ്സിലാക്കും. ഇത് മനസ്സിലാക്കിയിട്ടേ പോകാവൂ. ആ നമ്മുടെ മനസ്സിൽ ജയിക്കേണ്ടി ഏലിയാവാണ്. ഈ സ്ത്രീ നിങ്ങൾക്ക് പറഞ്ഞു, നാബോത്തിനെ കൊന്നു, നിന്നെ ഞാൻ നാളെ കൊല്ലുമെന്ന് പറയുമ്പോൾ അവിടെ ഓടാനുള്ളതേ ഉള്ളോ? ഈ ഏലിയാവ് പറയുക, ദൈവത്തിന്റെ ജീവൻ വഹിച്ചിരിക്കുന്ന മനുഷ്യൻ അവിടെ നിന്ന് ഒരൊട്ട പോയി ചൂരച്ചിടിയുടെ താഴെ കണ്ടിട്ട് പറയുക, കർത്താവേ, എനിക്ക് ആ സ്ത്രീയുടെ കൈ കൊണ്ട് മരിക്കല്ല, എന്നെ വിളിച്ചോടെ, എന്നെ എടുത്തോടെ എന്ന് പറയുമ്പോൾ ദൈവം ചോദിക്കുക, ദൈവത്തിന്റെ വിധൂതി ചോദിക്കുക. ഇന്ന് പകലും ഈ ആരാധനയ്ക്ക് ഇരിക്കുമ്പോൾ ചില പ്രാർത്ഥനാ വിഷയങ്ങൾ പറഞ്ഞിട്ട്, ചില കാര്യങ്ങളുടെ മുമ്പിൽ, ചില വേദനകളുടെ മുമ്പിൽ, കർത്താവേ എന്തുകൊണ്ടെന്ന് ചോദിച്ച് ചൂരച്ചിടിയുടെ താഴെ കിടക്കുന്നത് പോലെ ജീവൻ പ്രാപിച്ച വ്യക്തിയെ, ദൈവത്തിന്റെ ജനതയെ, ദൈവത്തിന്റെ ജീവൻ പ്രാപിച്ച വ്യക്തിയെ ചില ചോദ്യങ്ങൾക്ക് മുമ്പ് നീ പ്രാർത്ഥിക്കുമ്പോ നീ പ്രാർത്ഥിക്കുമ്പോ ദൈവത്തിന്റെ ആത്മാവിനെ പറയാ, ഏലിയാവേ, നീ ജീവൻ പ്രാപിച്ച ഏലിയാവേ, നീ തളരാനുള്ളവരല്ല. നിനക്ക് വേണ്ടി പോരാട്ടം, നിനക്ക് വേണ്ടി ജീവന്റെ കട, നിനക്ക് വേണ്ടി തുരുത്തിയിലെ വെള്ളം, ഇത് ഭക്ഷിച്ചേ. വാഗ്ദത്തം തന്നത് ദൈവമാണോ? നിനക്ക് വാഗ്ദത്തം തന്നത് ദൈവമാണോ? ചൂരച്ചയുടെ കീഴിൽ നീ തീരത്തില്ല. ദൈവജനം ഓർക്കട്ടെ, ഈ വാസത്തിനകത്ത് നീ പ്രാപിച്ചിരിക്കുന്ന സൂക്കേലല്ല, നീ പ്രാപിച്ചിരിക്കുന്ന സ്വയലേഖ, നീ പ്രാപിച്ചിരിക്കുന്ന ജീവന പ്രാപിച്ചിരിക്കുന്നത്, നീ പ്രാപിച്ചിരിക്കുന്നത് നീ പ്രാർത്ഥിക്കുമ്പോ ദൈവത്തിന്റെ ആത്മാവിനെ പറയാ, ഏലിയാവേ, നീ ജീവൻ പ്രാപിച്ച ഏലിയാവേ, നീ തളരാനുള്ളവരല്ല. നിനക്ക് വേണ്ടി പോരാട്ടം, നിനക്ക് വേണ്ടി ജീവന്റെ കട, നിനക്ക് വേണ്ടി തുരുത്തിയിലെ വെള്ളം, ഇത് ഭക്ഷിച്ചേ. വാഗ്ദത്തം തന്നത് ദൈവമാണോ? നിനക്ക് വാഗ്ദത്തം തന്നത് ദൈവമാണോ? ചൂരച്ചയുടെ കീഴിൽ നീ തീരത്തില്ല. ദൈവജനം ഓർക്കട്ടെ, ഈ വാസത്തിനകത്ത് നീ പ്രാപിച്ചിരിക്കുന്ന സൂക്കേലല്ല, നീ പ്രാപിച്ചിരിക്കുന്ന സ്വയലേഖ, നീ പ്രാപിച്ചിരിക്കുന്ന ജീവന പ്രാപിച്ചിരിക്കുന്നത്, നീ പ്രാപിച്ചിരിക്കുന്നത് ദൈവത്തിൽ നിന്നുള്ള ആ ജീവനാണ്. നീ പ്രാപിച്ചിരിക്കുന്നത് യേശുവിന്റെ ജീവന. ഒന്നുകൂടെ വ്യക്തമായിട്ട് പറയട്ടെ, നിന്റെ സ്ഥിതിയിൽ കൂടി ഓടുന്നത് മനുഷ്യ രക്തമല്ല, യേശു കാൽവരിയിൽ കുരിശിൽ ചൊരിഞ്ഞ കുഞ്ഞാടിന്റെ രക്തമോ, ആ കുഞ്ഞാടിന്റെ രക്തമോ നിന്റെ സ്ഥിതിയിൽ കൂടി ഓടുന്നത്. അല്പനേരത്തേക്ക് ചൂരച്ചെടിയുടെ താഴെയാണോ, അല്പനേരത്തേക്ക് ചൂരച്ചെടിയുടെ താഴെയാണോ? പതറരുത്, പതറരുത്, പതറരുത്. നിനക്കൊരു മടങ്ങി വരവുണ്ട്, നിനക്കൊരു മടങ്ങി വരവുണ്ട്. നിന്റെ കൈകൊണ്ട്, നിന്റെ കൈകൊണ്ട് ഒരുവനെ അഭിഷേകം ചെയ്യണം, നിന്റെ കൈകൊണ്ട് ഒരുവനെ അഭിഷേകം ചെയ്യണം. അവന്റെ പേര് യേഹൂ. ഒരു 3 പേര് അഭിഷേകം ചെയ്യണം നിന്റെ കൈകൊണ്ട്. ആരെയോ ഹാസയെ, യേഹൂവിനെ, നിനക്ക് പകരം ഏലീശയെ, ഒരു 3 പേരെ അഭിഷേകം ചെയ്യണം. അതിലൊരുവന്റെ പേരാണ് യേഹൂ. യേഹൂ പടങ്ങി നൽകിയ അഭിഷേകം ചെയ്യപ്പെട്ട ഈ കരം കൊണ്ട് എവിടെ നീ പരാജയപ്പെട്ടോ, എവിടെ നീ തകർന്നോ, എവിടെ കരം പറ്റില്ലെന്ന് പറഞ്ഞോ, ആ കരം കൊണ്ട് അഭിഷേകത്തിന്റെ തലവ് യേഹൂവിനെ പറഞ്ഞു. യേഹൂ ഇങ്ങോട്ട് വായിക്കുന്നുണ്ടായിരുന്നു. യേഹൂ വന്നിട്ട് ഇസബേലിനെ നോക്കി ആഹു മരിച്ചു. ഇസബേലിനെ നോക്കിയിട്ട് ചോദിച്ചു, ആ യജമാനെ കൊന്ന സിമ്രിയെ, എന്റെ സമാധാനം. സിമ്രി എന്ന് പറഞ്ഞാൽ ഈ പരിചാരകനെ മറ്റേ പഴഞ്ഞവർക്ക് ഉപയോഗിക്കുന്ന ഒരു വാക്ക, കൊന്ന എന്താ പറയുക, നല്ല തേരാളി എന്ന്, തേരാളി എന്റെ സമാധാനം. യേഹൂ പറഞ്ഞു, ഇതുവരെ നീ കണ്ടു, ഇതുവരെ നാബോത്തിന് വേണ്ടി, നാബോത്തിനെ കൊല്ലാൻ നീ 2 പേരെ വശീകരിച്ചു, ഒക്കെ ചെയ്യാം. യേഹൂ പറഞ്ഞു, കുതിരപ്പുറത്ത് യേഹൂ പറഞ്ഞു, ആരുണ്ട് എന്റെ പക്ഷത്ത്? ആ ഗോപുരത്തിന് മുകളിൽ 2 ക്ഷണങ്ങൾ, വചനം ഞാൻ അങ്ങനെ പറയാം, 2 ക്ഷണങ്ങൾ അർത്ഥമാക്കി അവളെ തള്ളി താമസിക്കണം. കൺവശി എഴുതി വളരെ 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 വശീകരമായിട്ട് സംസാരിച്ച അവളെ തള്ളി കൊണ്ട് താഴ്ത്തിട്ടു. അവളെ വചനം നിവർത്തിച്ചു വായിച്ച വചനമില്ലേ, അവളുടെ രക്തം നായി, അവളുടെ മാംസം നായി തിന്നു. വഴി യേഹൂ അടുക്കാൻ ചെല്ലുമ്പോൾ കാണുന്നത് അറിയാമോ, ദൈവമെതിരെ പതരരുത്, ദൈവമെതിരെ പതരരുത്. നിനക്കെതിരായിട്ട് വരുന്ന അമ്പുകൾ, നിനക്കെതിരായിട്ട് പിശാച് വെച്ചിരിക്കുന്ന പിശാചിനെ തകർക്കാൻ നോക്കും, പക്ഷേ തളരരുത്. നിനക്കെതിരെ അമ്പുകൾ വരുമ്പോൾ, നിനക്കെതിരെ ഈ ലോകത്തിലെ ശക്തികൾ വരുമ്പോൾ തളരരുത്, തളരരുത്. അല്പനിമിഷം നീ ചൂരച്ചിലേക്ക് ഭയപ്പെടരുത്. ചൂരച്ചിലേക്ക് ദൈവം ആക്കിയിരിക്കുന്നതാ, ദൈവം ആക്കിയിരിക്കുന്നത്, ദൈവം അനുവദിച്ചിരിക്കുന്ന അത് കഴിഞ്ഞ് നിനക്ക് മടങ്ങി വരുന്നുണ്ട്. നീ അഭിഷേകത്തിന്റെ യേഹൂ നിന്നെ നശിപ്പിക്കുന്ന എന്ന് പറഞ്ഞ ആ സ്ത്രീയെ നായിക്ക് ഒരൊറ്റ കാര്യമുണ്ട് കേട്ടോ, ഒരൊറ്റ കാര്യം ആ വചനം തിരിച്ചിട്ടുണ്ട്. ആ
നായ്ക്കൾ തിന്നുകളെ. ഈ സഭയുടെ സർവ്വസഭയെ നായ്ക്കൾ തിന്നുകളെ. ഒരു വചനം കൊടുക്കുന്നു, സകല സഭയെ നായ്ക്കൾ തിന്നുകളെ എന്ന് പറയില്ല. എല്ലാ കണ്ണും മനസ്സാക്കി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണും മനസ്സാക്കി വെള്ളിയാഴ്ച ക്രൂശിക്കപ്പെട്ടു, ശനിയാഴ്ച ആ ദിവസത്തെ കുറിച്ച് പറഞ്ഞത് the day of silence, the day of silence. ആ ഒരു നിശബ്ദതയുടെ ദിവസം യേശുവിനെങ്കിൽ നിനക്കുണ്ടാകും. പക്ഷെ ഇതോടൊപ്പം മരണത്തെ കീഴടക്കിയവൻ, ഹേ മരണമേ നിന്റെ ജയമെവിടെ, ഹേ പാപമേ നിന്റെ വിഷമുള്ളവരെ, മരണത്തെ കീഴടക്കിയതിന്റെ കൂടെയുണ്ട്, മരണത്തെ കീഴടക്കിയതിന്റെ കൂടെയുണ്ട്. ആ ദൈവകരത്തിലേക്ക് സമർപ്പിച്ചാൽ ആ ദൈവകരത്തിലേക്ക് സമർപ്പിച്ചാൽ ജീവന് യേശുവിന്റെ ജീവന്റെ യേശുവിന്റെ ശക്തിയുടെ സേവനങ്ങളെ നിന്നെ തകർക്കുവാൻ ദൈവം പൈതലേ നിന്നെ തകർക്കുവാൻ ലോകശക്തിക്ക് കഴിയുന്നില്ല. Makola